ചിത്രത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി താരസിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ച വിസ്മയ പ്രതിഭ. മോഹൻലാലിൻ്റേത്. നെഞ്ചുലയ്ക്കും വിധം ജീവൻ പകർന്നപ്പോൾ നാം അയാൾക്കൊപ്പം നിശബ്ദമായി കരഞ്ഞു. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താൽ അവസാനിക്കുന്ന വലിയ തെറ്റില്ല. ഈ പൊട്ടിയിൽ ചളിയത് അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. ചലിക്കുന്ന ചിത്രം ഇവിടെ ജനിച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല വേഷങ്ങൾ കിട്ടിയത് എന്ന് വിനയാന്യതനായി നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ ഇതിഹാസ താരം ശ്രീ മോഹൻലാലിന് ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം നൽകി ഈ വേദിയിൽ ആദരിക്കുന്നു. ചെങ്ങന്നൂർ ഞാൻ അറിയിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കുടുംബശ്രീ ദേശീയ സദസ്സുകളുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി എം രാജേഷ്, പ്രസാദ്, വേദിയിലും സദസ്സുകളുടെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരു സഹായമായി നേരുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഈ വേദിയിലേക്ക് എന്നെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ പറയുന്നു. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്യുന്നതിനെ കാണുന്നത്. കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം. ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിവിക് സെൻസ്, നമ്മൾ ഒരു ബോധമുണ്ടാകണം. ഇന്ന് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരും എത്തട്ടെ, അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ. കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന് ബോധിക്കുന്നതാണ് കേരള കുടുംബശ്രീയുടെ മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ്, പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയമേളയാണ്. മഹാനഗരങ്ങൾ, ഇവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മെഗാ വിപണന വേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലൊരു പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച കാലാവസ്ഥ
കാരണം സാധിക്കാതെ പോയി. പക്ഷെ അതിനുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധ കിട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേരുമായിരുന്നു. ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം. ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഇവിടുത്തെ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളുമുള്ള സ്ഥലമാണ്. ഇവരുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല. അതിന് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ സജി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാർ പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളിൽ പരിഷ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പരിഷ്കാരം എന്ന് പറയുന്നതിനുപരി ഒരു സിവിക് സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മുന്നേറ്റത്തിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംഘങ്ങൾക്ക് ഈ മേള ആശംസകളും അറിയിക്കാനും ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സദസ് മേളയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല സഹായം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. ബഹുമാന്യനായ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ ഊന്നൽ നൽകിയത് ആ സന്ദേശം, ആ വാക്കുകൾ ഞങ്ങളെല്ലാം